അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബീവാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ കാലങ്ങൾക്ക് ശേഷം 6-7 മാസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണോ? നമ്മളതവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തനൂസിനെ എഴുന്നേൽപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കൊന്ന് സ്കൂളുണ്ട്. അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. തനു തനു ടീച്ച സ്കൂളിൽ പോന്നിച്ച നമ്മുടെ ഹെന്നൂബി താത്തൻ്റെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങാറുള്ളത്. കണ്ടില്ല, എത്ര പുതച്ചാലും പുതപ്പൊന്നും വേണ്ടി വരില്ല. രാവിലെ ഇതുപോലെ തനൂസിനെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഈ പുതപ്പൊക്കെ ഒന്ന് പുതച്ച് കൊടുക്കുക. എങ്ങനെ മേത്തിട്ട് കൊടുത്താലും തട്ടി മാറ്റി കളയും. തനൂസിന് ഒറ്റക്ക് പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടേ കിച്ചണിക്ക് വരുള്ളൂ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇന്ന് സ്കൂൾക്ക് കൊടുത്തേക്കുള്ള ചപ്പാത്തിയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കൂന്തൽ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ടിഫിനിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടിഫിൻ ബോക്സ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. ക്ലാസ്സിൽ നിന്ന് കുട്ടിക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മാമാണ് ഇപ്പോൾ തുറന്ന് കൊടുക്കാറുള്ളത്. ഇപ്പോൾ വാങ്ങിയതല്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മീഷോന്ന് എങ്ങാനും വാങ്ങിയതായിരുന്നു. എന്താ പറയുക, അതിൻ്റെ ആ സ്റ്റീൽ പോർഷൻ തീരെ കട്ടിയൊന്നുമില്ല. വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മര്യാദയ്ക്ക് നിൽക്കുകയൊന്നുമില്ല. ഭയങ്കര ലുക്കുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മളെ ഹെന്നൂബി അവിടെ നിന്ന് എഴുന്നേറ്റുണ്ട്. അവൾ എഴുന്നേറ്റ പിന്നെ ഭയങ്കര പണിയാണ്. അവളെയും കൊണ്ട് തന്നെ സ്കൂൾക്ക് പോകണം. പിന്നെ വീട്ടിൽ വന്ന് തിരിച്ചാക്കിയിട്ട് വീണ്ടും വേണം അവൾ ഉറക്കാൻ. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ രാവിലത്തെ ഭക്ഷണം ഒന്നും കഴിക്കില്ല. അവനെ പോയി വിളിക്കുന്നു. ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റ് വരികയാണെങ്കിൽ ആൾ ആ ഉറക്കത്തിൽ കണ്ടിട്ടുള്ള എല്ലാ കഥകളും അവളുടെ ഭാഷയിലൊക്കെ പറയും. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും, കുറച്ചൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ തനൂസ് കുളിച്ചതുകൊണ്ട് ഇപ്പം ഇന്ന് ജസ്റ്റും ജെല്ലൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മുടി കെട്ടി കൊടുക്കുകയാണ്. മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ കേട്ടോ. ഇവളിതാ തനൂസിന് വെയിറ്റ് ചെയ്യാണ് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. അവളുടെ കൂടെ സ്കൂൾക്ക് പോകാൻ കരയൊന്നുമില്ല കേട്ടോ. പക്ഷേ പോകണം. എന്നിട്ട് തിരിച്ച് ഫാസിഖാൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. നമ്മുടെ എല്ലാ ഷെൽഫുകളിലൊക്കെ ഇതുപോലത്തെ ഒരു ഐറ്റം കാണാൻ പറ്റും. ഈ ഡോർ തുറന്നിട്ട് 2 പേർക്കും, നമ്മുടെ ഐനൂസിനും ഹെന്നൂസിനും ഭയങ്കര തെരച്ചിലും സാധനങ്ങളെടുത്ത് മുഖത്ത് മേക്കപ്പ് ഇടലും പല പല പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമാണ് നമ്മുടെ ഷെൽഫിനൊക്കെ ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പം ഞാൻ വാങ്ങിയതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണിത്. എല്ലാ ഷെൽഫുകളും ഇതാണ്. കിച്ചണിലൊന്നൊരു സ്പൂണും പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഷെൽഫിൽ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്ത് ഓടലാണ് പരിപാടി. കുറേ സ്പൂൺസും കാര്യങ്ങളൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോം മെയ്ഡായിട്ട് അമൃതപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊടിയും പാലുമാണ് ഇപ്പോൾ തനൂസ് കഴിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. മോർണിംഗിലൊക്കെ ചെറിയ ആൾക്കാർക്ക് എഴുന്നേറ്റ് എനിക്ക് അവർക്ക് തിന്നാനൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 കിലോ ഉണ്ടാവും. ഇയാളൊരു 11:30-12 മണിയൊക്കെ ആവും കേട്ടോ എഴുന്നേറ്റ് വരാൻ. പക്ഷേ എഴുന്നേറ്റ് വരുമ്പം പല പല അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. എന്നിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കും. അതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ കേട്ടോ. ആളിത് അതുപോലെയൊക്കെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ നടക്കും. മുട്ടൂറ്റി നിൽക്കുന്നുണ്ട്, പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. ഈ 31st ആകുമ്പോഴത്തേനും ആൾ ഒരു വയസ്സാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവളുടെ പെർഫോമൻസിന് അനുസരിച്ച് ഞങ്ങൾ ബെഡ് താഴേക്കിട്ടതാണ്. കാരണം ഫുൾ ടൈം താഴേക്ക് വീകലാണ് വലിയ ബെഡ് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തതാട്ടോ. ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ വന്നങ്ങാണ്ട് ഫോണൊക്കെ വേഗം എടുക്കും.
നൈറ്റ് ഷിഫ്റ്റാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 4 മണി 4:30 ഒക്കെയാണ് സമയം. പിന്നെ ഞാൻ സുബഹിയും കൂടെ നിസ്കരിച്ചിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ആ ഒരു സമയം വരെ ഫുൾ ഫീഡിങ് ആണ്. അതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ആൾക്ക് വിശന്നിട്ടാണ് ആൾ എഴുന്നേൽക്കുക. അപ്പോൾ നേരെ അങ്ങ് ഫുഡ് കൊടുക്കാറാണ് പതിവ് കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേനും ആൾ അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി, ഭയങ്കര ഈസിയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ ഫീഡിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഞാൻ ഒരു 3-4 നേരമൊക്കെയാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി നേരം കുളിച്ച് കഴിഞ്ഞിട്ട് അവൾ നേരെ ഭക്ഷണം കഴിക്കാനാണ്. നിലത്ത് വല്ല വേസ്റ്റുകളുണ്ടോ എന്ന് നോക്കലാണ് മെയിൻ പരിപാടി. അത് ഇനിയിപ്പോൾ നിലത്ത് ഒട്ടിപ്പിടിച്ചതാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും തോണ്ടിയെടുത്തിട്ട് അതിലേക്കാക്കാൻ വേണ്ടി നോക്കുക ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും വീട് ഫുൾ ടൈം ക്ലീൻ ആയിരിക്കണം. ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഞാനും ഫസിയും കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് കൂര വറുത്തതാണ്. നാട്ടിൽ കുറച്ച് കൂടുതൽ റൈസ് ആയിരിക്കും കൂര വറുത്തത് ചേർക്കുക. ഞങ്ങളിവിടെ കുറച്ച് പയറുവർഗ്ഗങ്ങളും മുത്താരൊക്കെയാണ് ചേർത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് ഇടയ്ക്കൊക്കെ ഹെന്നുബിക്ക് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതായിരുന്നു, പിന്നെ ആളതെടുത്ത് പോയി. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഞാൻ ഇവക്ക് ഹെന്നുബിക്ക് ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. കൽക്കണ്ടം പൊടിച്ചത് ഇതിലേക്ക് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. ചെറിയ രീതിയിൽ തന്നെ ടൈറ്റ് തുടങ്ങുമ്പോൾ വേഗം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റും. പെട്ടെന്ന് തന്നെ അത് ടൈറ്റായി പോവുക ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ഡെലിവറി 2 അടുപ്പിച്ചായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഫി മാം ബദർസമയിൽ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഫ നീ പേടിക്കേണ്ട, നിൻ്റെ കുഞ്ഞുങ്ങളെ ഇരട്ടക്കുട്ടികളായിട്ട് വളരും, ഇപ്പോഴത്തെ സ്ട്രഗിളൊന്നും നീ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സത്യമാണ്. ഇപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അവർ ഭയങ്കര ഫ്രണ്ട്സായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവർ ഒരേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്ന് സോഫിയ മാം പറഞ്ഞതുപോലെ തന്നെ ആയി. ഇത് നമ്മുടെ ചെറിയ ബേബിക്കുള്ള ചെറിയൊരു ഹെൽത്ത് സെർലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെള്ളത്തിലും നെയ്യിലൊക്കെ വേവിച്ചിട്ട് ഒക്കെ കൊടുക്കുവാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3-4 ടൈപ്പ് ഒരു സെർലാക്സ് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 പേരുടെയും കുളിയാണ് കേട്ടോ. ഫുൾ കുളി സീനാണ് ഞങ്ങൾക്ക്. ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലത്തെ കറി ഇവിടെ ഉണ്ട് ഓൾറെഡി. കൂന്തൽ കറി ഉണ്ട്. പിന്നെ അതിലേക്കൊരു ഉപ്പേരി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ വാഴക്കൻ്റെ ഉപ്പേരിയാണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ ജാറുകൾ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഞാനതൊക്കെ കുറേ എണ്ണം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടിയുള്ള ഐറ്റംസൊക്കെ അതിലാണ് വെക്കാറുള്ളത്. താത്ത സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ അയിനൂസ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് വരും. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫാസിക്ക ഉച്ചയ്ക്ക് ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ ഞങ്ങളൊരു 7 മണി നേരൊക്കെയാണ് ചായ കുടിക്കാറുള്ളത്. ആ ഒരു സമയത്ത് മാക്സിമം എത്താൻ വേണ്ടി നോക്കലുണ്ട്. മാക്സിമം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചെറിയ ആളും കൂടെ ഞങ്ങൾ ടേബിളിൻ്റെ മേലെ വെച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ അവളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് റൊട്ടീൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ കുറേ പേര് അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ കുറേ വിചാരിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു, ടാറ്റാ.